നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യേശു ഏക നായകൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 12 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ, മനുഷ്യർ റബി എന്ന് വിളിക്കുന്നത് അവർക്ക് പ്രിയമാകുന്നു. നിങ്ങളോ റബി എന്ന് പേർ എടുക്കരുത്. ഒരുത്തനത്രേ നിങ്ങളുടെ ഗുരു, നിങ്ങളോ എല്ലാവരും സഹോദരന്മാർ. ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുത്. ഒരുത്തനത്രേ നിങ്ങളുടെ പിതാവ് സ്വർഗസ്ഥൻ തന്നെ. നിങ്ങൾ നായകന്മാർ എന്ന് പേരെടുക്കരുത്. ഒരുത്തനത്രേ നിങ്ങളുടെ നായകൻ ക്രിസ്തു തന്നെ. നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. വളരെ ഗൗരവമായ ഒരു ഉപദേശമാണ് കർത്താവ് ഇവിടെ പറയുന്നത്. ക്രൈസ്തവരിൽ ഭൂരിപക്ഷം ആളുകളും ആ കൽപ്പനയെ കണ്ടില്ല എന്ന് നടിക്കുകയാണ്. കാരണം നിങ്ങളാരും പിതാവെന്ന് പേരെടുക്കരുത്. പിതാവ് അല്ലെങ്കിൽ അച്ഛൻ എന്ന് പേരെടുക്കരുത്. ഒരുത്തനത്രേ നിങ്ങളുടെ പിതാവ് സ്വർഗസ്ഥൻ തന്നെ. ദൈവത്തിൻ്റെ പേരാണ് പിതാവെന്നുള്ളത്. ഇത് സഭയുടെ കാര്യമാണ്. അപ്പോൾ സഭയുടെ നേതാക്കന്മാർ പിതാവ് എന്ന് വിളിക്കപ്പെടരുത്. കാരണം ദൈവത്തിൻ്റെ പേരാണ് പിതാവ്. വീട്ടുകാരിയല്ല, വീട്ടിലെ അപ്പനും മക്കളും ഉണ്ട്, ആ കാര്യമല്ല, സഭയുടെ കാര്യമാണ്. ഒരിക്കലും സഭയുടെ നേതാവ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രാദേശിക സഭയുടെ കാര്യമാണ്. സാർവത്രിക സഭ അങ്ങനെ ഒരു കാര്യം അത് ദൃശ്യമല്ല. സഭയ്ക്കൊരു ഹെഡ് ഓഫീസ് ഉണ്ടാകാൻ പാടില്ല. യെരുശലേം സഭയുടെ ഹെഡ് ഓഫീസ് ആയിരുന്നില്ല. സെബാനോസിൻ്റെ മരണത്തോടുകൂടെ സഭ യെരുശലേമിൽ നിന്ന് ചിതറപ്പെട്ടു പോകാനിടയായി. പിന്നീട് അന്ത്യോക്യയിൽ പൗലൂസും ബർന്നബാസും ഒക്കെ പ്രവർത്തിച്ചൊരു സഭയുണ്ടായി. അവിടെ നിന്നാണ് പൗലൂസൊക്കെ മിഷണറി യാത്രയ്ക്ക് പോയത്. പക്ഷേ അന്ത്യോക്യ സഭയും അധികകാലം നിലനിന്നില്ല. ആ പ്രദേശങ്ങളൊക്കെ മുസ്ലിം ആധിപത്യത്തിലായി. അതുപോലെ റോം, അവിടെ കുറെ ക്രിസ്ത്യാനികളുണ്ടായി. ചില ആളുകൾ വിചാരിക്കുന്നത് യെരുശലേമാണ് സഭയുടെ ആസ്ഥാനം. പക്ഷേ യെരുശലേമിൽ ഇന്ന് നമുക്കറിയാം യഹൂദന്മാരാണുള്ളത്. അവിടെ സഭാംഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും നാമമാത്രമായിട്ടാണ് ഉള്ളത്. ചെറിയ ചെറിയ ആരാധന സ്ഥലങ്ങളൊക്കെ ഉണ്ട് എന്ന് മാത്രം. പക്ഷേ ക്രൈസ്തവരുടെ ഒരു ഹെഡ് ഓഫീസായിട്ട് യെരുശലേം ഇരിക്കുന്നില്ല. അന്ത്യോക്യ എന്ന സ്ഥലത്ത് വാസ്തവത്തിൽ ഇന്ന് ക്രിസ്ത്യാനികൾ വളരെ കുറവാണ്. എന്നാൽ സിറിയ എന്ന രാജ്യത്ത് കുറച്ച് വിശ്വാസികളുണ്ട്. പക്ഷേ യെരുശലേമോ അന്ത്യോക്യയോ അല്ലെങ്കിൽ സിറിയയോ വത്തിക്കാനോ അല്ലെങ്കിൽ അമേരിക്കയോ ഒന്നും സഭയുടെ ആസ്ഥാനമാകാൻ ദൈവം ഉദ്ദേശിക്കുന്നില്ല. യഹൂദന്മാരെ സംബന്ധിച്ച് അവർക്കൊരു ആസ്ഥാനമുണ്ട്. യെരുശലേം ആസ്ഥാനമാണ്. ഒരു നേതാവുണ്ട്, മഹാപുരോഹിതൻ. പക്ഷേ സഭ യഹൂദന്മാരുടെ പിന്തുടർച്ചയല്ല, അല്ലെങ്കിൽ ലേവ്യ പൗരോഹിത്യത്തിൻ്റെ പിന്തുടർച്ചയല്ല. യെരുശലേം ദേവാലയം പോലെ ഒരു ആസ്ഥാന മന്ദിരം, അതിനൊരു നേതാവ്, ആഗോള വ്യാപകമായിട്ട് അങ്ങനൊരു സംഭവം സഭയ്ക്ക് ദൈവം ഉദ്ദേശിച്ചിട്ടില്ല. വെളിപ്പാട് പുസ്തകത്തിൽ 2-3 അധ്യായങ്ങളിൽ നമ്മൾ 7 സഭകളെക്കുറിച്ച് കാണുന്നുണ്ട്. 7 സഭയെന്ന് പറയുന്നത് ലോകത്തിലെ മൊത്തം സഭയുടെ കാര്യമാണ്. 7 എന്നുള്ളത് പൂർണ്ണസംഖ്യയാണ്. അതിൽ ഓരോ സഭയും എഫേസോസ്, സ്മുർന, പെർഗമോസ്, തുയത്തൈര, സർദീസ്, ലവോദിക്യ, ഫിലദൽഫിയ, ഈ സഭകളെല്ലാം ഓരോ സഭയും ഇൻഡിപെൻഡൻ്റ് ആണ്, സ്വതന്ത്ര സഭകളാണ്. അതായത് യെരുശലേം അല്ലെങ്കിൽ യഹൂദന്മാരുടെ എംബ്ലം എന്ന് പറയുന്നത് 7 നിലകളുള്ള ഒരു വിളക്കാണ്. അതിന് 7 തിരിയാണ്. എന്നാൽ സഭയെ സംബന്ധിച്ച് ഓരോന്നും ഓരോ വിളക്കാണ്. 7 നിലവിളക്കാണ്. 7 സഭ 7 നിലവിളക്കാണ്. അപ്പോൾ ഓരോ സഭയും ഓരോ വിളക്കാണ്. ഓരോ സഭയും ഇൻഡിപെൻഡൻ്റ് ആണ്. ഓരോ സഭയും ആരാധനയും സുവിശേഷ പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തണം. ഈ സഭകൾ തമ്മിലൊരു കോർഡിനേഷൻ പാടില്ല. അതിനൊരു നേതാവ് പാടില്ല. ഒരു വലിയ പിതാവ്
അതിൻ്റെ കീഴിൽ കുറേ പിതാക്കന്മാർ, അതിൻ്റെ കീഴിൽ കുറേ പിതാക്കൾ, അതിൻ്റെ കീഴിൽ കുറേ അച്ഛന്മാർ, അങ്ങനെയുള്ളൊരു സംവിധാനം ദൈവം ഉദ്ദേശിക്കുന്നില്ല. ഓരോ പ്രാദേശിക സഭയും ഓരോ സ്ഥലത്തെ സഭയും കർത്താവിനെ തലയായിട്ട്, അദൃശ്യനായ സ്വർഗത്തിലുള്ള കർത്താവിനെ തലയായിട്ട് അംഗീകരിച്ച് ബാക്കി എല്ലാവരും ശരീരം എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ സഹോദരന്മാർ എന്നുള്ള നിലയിൽ. യേശു പറഞ്ഞു, നിങ്ങൾ നായകന്മാരെന്ന് പേരെടുക്കരുത്, റബി എന്ന് പേരെടുക്കരുത്, നിങ്ങളെല്ലാം സഹോദരന്മാർ, എല്ലാവരും സഹോദരന്മാർ എന്ന് പറഞ്ഞാൽ, അപ്പോൾ പിന്നെ ഉപദേശിക്കുകയും പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ആള്, അത് കൃപാവരം. എല്ലാവർക്കും കൃപാവരമുണ്ട്. ചിലർക്ക് പ്രസംഗിക്കാൻ, പൊതുവിൽ പ്രസംഗിക്കാനുള്ള, പബ്ലിക്കിനോട് പ്രസംഗിക്കാനുള്ള കൃപാവരം, ചിലർക്ക് വിശ്വാസികൾക്ക് ദൈവവചനം പറഞ്ഞു കൊടുക്കാനുള്ള കൃപാവരം, ചിലർക്ക് അവരെ വീടുകളിലൊക്കെ പോയി ഉത്സാഹിപ്പിക്കാനുള്ള കൃപാവരം, ചിലർക്ക് അടിസ്ഥാന ഉപദേശങ്ങൾ പഠിപ്പിക്കാനുള്ള കൃപാവരം, ചിലർക്ക് സഹായം ചെയ്യാൻ പരിപാലനവരം, ചിലർക്ക് സാമ്പത്തികമായി നൽകാനുള്ള കൃപാവരം, ഇതൊക്കെയാണ്. മറ്റു ചിലർക്ക് താലന്തുകൾ, പാടാനുള്ള താലന്ത്, അതുപോലെ മറ്റ് കായികമായി സഹായിക്കാനുള്ള താലന്ത്. ഇത് ആണ് സകല വിശ്വാസിക്കുമുള്ളത്. എല്ലാ വിശ്വാസികൾക്കും എല്ലാവരും സഹോദരന്മാരാണ്. അതിലൊരാൾ പോലും പിതാവെന്ന് അല്ലെങ്കിൽ അച്ഛനെന്ന് പേരെടുക്കരുത് എന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇത് കണ്ടില്ല എന്ന് നടിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ബഹുമാനം ആഗ്രഹിക്കുന്ന പരീശന്മാരെയും ശാസ്ത്രിമാരെയും പോലുള്ള ആളുകൾ ക്രൈസ്തവ സഭയിലും കടന്നുകൂടുവാൻ ഇടയായി. യേശു പറഞ്ഞു, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും, തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും. ഓരോ പ്രാദേശിക സഭയും യേശുവിനെ തലയായിട്ട്, സ്വർഗത്തെ തലസ്ഥാനമായിട്ട് അംഗീകരിച്ചുകൊണ്ട് ശരീരം എന്നുള്ള നിലയിൽ ജീവിക്കാനായിട്ട്, ആരാധിക്കാനായിട്ട് തങ്ങളുടെ കൃപാവരങ്ങൾ ജലിപ്പിച്ചുകൊണ്ട് ഓരോരുത്തരും കഴിയുവാനായിട്ട് തയ്യാറാകണം. ഇതാണ് ഈ കാലത്ത് സഭാ സംവിധാനം. സഭയ്ക്കൊരു ആസ്ഥാനമില്ല, സഭയ്ക്കൊരു നേതാവില്ല. ഓരോ പ്രാദേശിക സഭയും സ്വതന്ത്ര ഭരണമുള്ള, ദൈവാരാധനയുള്ള സഭയായിരിക്കണം. അത് കെട്ടിടത്തിന് വലിയ പ്രസക്തിയില്ല. അത് ഒരു മരച്ചുവട്ടിൽ കൂടിയാലും, ഒരു വീട്ടിൽ കൂടിയാലും, അല്ലെങ്കിൽ ഒരു ഗുഹയിൽ കൂടിയാലും, അല്ല അതൊരു വാഹനത്തിലാണെങ്കിലും തീർച്ചയായിട്ടും അവിടെ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. ഈ സത്യം മനസ്സിലാക്കാൻ ദൈവം ഏവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.